ഹലോ. യുദ്ധം കാരണം ലോക ഭൂപടത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സമൃദ്ധിയിൽ വന്നിട്ടുള്ള ലോക ടൂറിസത്തിന് നെറുകയിൽ എത്തിയിട്ടുള്ള ഒരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്തരം ഒരു സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ തായ്ലാന്റ് ട്രിപ്പിന്റെ 2ാമത്തെ ദിവസമായിട്ടുള്ള ഞങ്ങൾ ഇന്ന് പട്ടായയിലാണ്. അപ്പൊ അധികം ആരും കേട്ട് പരിചയമില്ലാതൊക്കെ പട്ടായയുടെ ഒരു ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പട്ടായ എന്ന ഈ നഗരം ഒരു ചെറിയ മീൻപിടുത്ത ഗ്രാമത്തിൽ നിന്ന് ലോക ഭൂപടത്തിലേക്ക് എത്തിയത് കേവലം ഒരു 60 വർഷങ്ങൾ കൊണ്ടാണ് കേട്ടോ. വിയറ്റ്നാം യുദ്ധമാണ് പട്ടായയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലെന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്ന ആധുനികമായിട്ടുള്ള ഈ പട്ടായയുടെ നഗരവും തിരക്കേറിയിട്ടുള്ള ഇതിന്റെ തെരുവുകളും അതുപോലെ തന്നെ ആഡംബര ചുംബികളായിട്ടുള്ള ഹോട്ടലുകളും നിറഞ്ഞ ഈ പട്ടായ എന്ന് പറയുന്നത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് മാത്രം രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഇതൊരു മുക്കുവൻ ഗ്രാമം മാത്രമായിരുന്നു. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ സൈന്യത്തിന്റെ RR ടീമിന് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലമാണ് പട്ടായ എന്ന് പറയുന്നത്. ഇവിടെ മുതലായിരുന്നു പട്ടായ ലോക ടൂറിസത്തിന്റെ നെറുകയിലേക്ക് എത്തിയത് കേട്ടോ. പട്ടായയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതാണ് കോലാൻ അഥവാ കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. പവിഴപ്പുറ്റുകൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ആ സ്ഥലം കാണാനാണ് ഇന്ന് നമ്മുടെ യാത്ര പോകുന്നത്. പട്ടായയിൽ നിന്ന് കേവലം 7 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് സ്പീഡ് ബോട്ടിലാണ്. ഈ സ്പീഡ് ബോട്ടിലെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഭൂതകാലത്തേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മുഴുവൻ ചെലവഴിക്കുന്നത് കോറൽ ഐലൻഡിലാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെ കാണാം. നമ്മൾ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് എത്തുന്നത് ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ്. ഈ കടലിന്റെ നടുവിലുള്ള പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നത്. നമുക്ക് ബ്രീഫായിട്ട് ഇവിടുന്ന് ഒരു ക്ലാസ് തരുന്നുണ്ട് ഇവർ. നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ പാരാസൈലിംഗ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. തായ്ലാൻഡിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. 5 ആക്ടിവിറ്റീസും കൂടിയിട്ട് ഒരു പാക്കേജ് ആയിട്ടാണ് വന്നത്. അറൗണ്ട് നമ്മുടെ നാട്ടിലൊരു 5000 റുപ്പീസ് ആണ് ഇതിന് ചെലവായിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ റൂം നമ്പറും ഹോട്ടലിന്റെ പേരും പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ നിന്ന് ചെയ്യാം. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അണ്ടർ വാട്ടർ എന്ന് പറയുന്നത് ഏകദേശം കടലിന്റെ താഴത്തേക്ക് ഒരു 10 അടി താഴ്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഇരുട്ട് നിറഞ്ഞ കടലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടുത്തെ ഫിഷുകൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റലും ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് കോറൽ ഐലൻഡിൽ വന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ അടുത്ത തായ്ലാൻഡ് ട്രിപ്പിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത കാഴ്ചകളായിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരെ ബൈ.